നമ്മൾ കാത്തിരിക്കുന്ന മൻസൂർ ബമ്പർ നറുക്കെടുപ്പിന്റെ വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. ആരാണ് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്നറിയാൻ നിമിഷങ്ങൾ മാത്രം മതി. 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. തിരുവനന്തപുരം ഗോർഗി ഭവനിലാണ് നറുക്കെടുപ്പ്. 40 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റത്. ഇവിടെ 11,14,500 ടിക്കറ്റുകൾ വിറ്റു. രണ്ടാം സമ്മാനം 10 ലക്ഷം രൂപയും മൂന്നാം സമ്മാനം 5 ലക്ഷം രൂപയുമാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണെന്നറിയാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയാകുന്നത്. എങ്ങനെയാണ് കൊച്ചിയിലെ പൊതുവിലുള്ള ടിക്കറ്റ് വിൽപ്പന? അതോടൊപ്പം അവസാന ഘട്ടത്തിലേക്കാണ് ആളുകളൊക്കെ അവസാന നിമിഷമെങ്കിലും ആ ഒരു ഭാഗ്യശാലി ആകുമെന്ന് പ്രതീക്ഷിച്ച് ടിക്കറ്റ് എടുക്കാൻ വരുന്നവരൊക്കെ ഉണ്ടോ? നവമി, ഇപ്പോൾ ഇത് അവസാനിക്കുന്ന ആ ടിക്കറ്റ് അതിൻ്റെ ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. അത് ഇവിടെ ഉണ്ടായിരുന്ന അവശേഷിച്ച ടിക്കറ്റുകൾ കൂടി ഇപ്പോൾ വിൽപ്പനക്കാർ അവർക്ക് നമ്പർ അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ടിക്കറ്റുകൾ അവർ ഇപ്പോൾ റാക്കിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഏതാണ്ട് 40 ലക്ഷത്തോളം ടിക്കറ്റ് മൊത്തമായിട്ട് വിൽപ്പന നടന്നിട്ടുണ്ട്. റെക്കോർഡ് വിൽപ്പന എന്ന രീതിയിലാണ് പറഞ്ഞത്. 250 രൂപയാണ്, 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. എത്ര ടിക്കറ്റ് ബാക്കി വന്നു? 36 ടിക്കറ്റ് മാത്രം. 36 ടിക്കറ്റ് മാത്രമാണ് ബാലൻസ്. സെൽസായി കച്ചവടം മൺസൂൺ ബമ്പർ കൊഞ്ചം കുറവ് തന്നെ. എങ്ങനെയാ പക്ഷെ കുഴപ്പമില്ല. ഇപ്പോൾ ഓണം ബമ്പറൊക്കെ വരികയാണ് അല്ലേ? ഓണം ബമ്പർ അത് അടിച്ചു പൊളിക്കാം. ഇതേതായാലും മഴയത്ത് വലിയ മഴയാണെങ്കിലും കച്ചവടമൊന്നും വലിയ കുഴപ്പമില്ലാതെ പോയി. കുഴപ്പമില്ലാതെ പോയി. നോ പ്രോബ്ലം. നന്നായിട്ട് പോയി എന്നുള്ളത്. മൺസൂൺ ബമ്പർ ഏറ്റവും അവസാനം വന്നെടുത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ലോട്ടൊക്കെ എടുത്ത് അടിക്കാറുണ്ടോ ഇടയ്ക്ക് വല്ലതും? അപ്പൊ ഞാനിപ്പോ ഒരു പ്രൈസ് ടിക്കറ്റ് കൊടുത്തിട്ടാണ് ഇത് എടുത്തിരുന്നത്. ഒരു 1000 രൂപ പ്രൈസ് ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു 2 ബമ്പർ എടുത്തിട്ടുണ്ട്. ഡാനി, നമുക്ക് തിരിച്ചു വരാം. എന്തായാലും തിരുവനന്തപുരം ഗോർഗി ഭവനിൽ ഈ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് തത്സമയം അതൊന്ന് കണ്ട് ആരാണ് ആ ഭാഗ്യശാലി എന്ന് അറിഞ്ഞതിന് ശേഷം ഡാനിയിലേക്ക് തിരിച്ചു വരാം. ഗോർഗി ഭവനിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മൻസൂർ ബമ്പറിന്റെ ഭാഗ്യശാലിയെ ആരാണ് ഭാഗ്യശാലി എന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അറിയാനായി സാധിക്കും. ട്രയൽ നറുക്കെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഉദ്യോഗസ്ഥർ അതിന്റെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയാണ് മൻസൂർ ബമ്പർ ഭാഗ്യശാലി ആരാണ് എന്നറിയുന്നതിന് വേണ്ടി. 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത്. തിരുവനന്തപുരം ഗോർഗി ഭവനിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 40 ലക്ഷം ടിക്കറ്റുകളാണ് കേരളത്തിൽ ഒന്നടങ്കമായി വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റത്. ഇവിടെ 11,14,500 ടിക്കറ്റുകളാണ് വിറ്റത്. രണ്ടാം സമ്മാനം 10 ലക്ഷം രൂപയും മൂന്നാം സമ്മാനം 5 ലക്ഷം രൂപയുമാണ് ലഭിക്കുന്നത്. എന്തായാലും നേരത്തെ കൊച്ചിയിൽ നിന്നും ഒരു ലോട്ടറി ഏജന്റ് പറഞ്ഞതുപോലെ ഓണം ബമ്പറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും. അതിന് മുന്നോടിയായിട്ടുള്ള മൺസൂൺ ബമ്പർ ഭാഗ്യശാലി ആരാണെന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത്. തിരുവനന്തപുരത്താണ് അതിന്റെ ഗോർഗി ഭവനിലാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. ഡാനി, തിരുവനന്തപുരത്ത് ഒരുക്കങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താണ് നമുക്ക് നേരത്തെ അവസാനിപ്പിച്ച് എടുത്തു നിന്ന് തന്നെ തുടങ്ങാം. ആ ഏജന്റ് പറയുന്നതനുസരിച്ച് മൊത്തത്തിൽ മൺസൂൺ ബമ്പർ ഇത്തവണ അല്പം മഴ പോലെ തണുത്ത് തന്നെയാണ് അല്ലേ? കുറച്ച് വിൽപ്പനയിൽ ഇടിവ് വന്നിട്ടുണ്ടെങ്കിൽ മോശമായിട്ടില്ല എന്നാണ് കച്ചവടക്കാർ പറഞ്ഞത്. മൺസൂൺ എടുക്കാമെന്നാണോ? ടിക്കറ്റ് എടുക്കാമെന്നാണോ മൺസൂൺ ബമ്പർ? ഇവിടുത്തെ തീർന്നു. ഈ കടയിലെ തീർന്നു. മൺസൂൺ ബമ്പർ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നു? അതെ അതെ. ഈ വലിയ ബമ്പറുകളാണോ പരീക്ഷിക്കുന്നത് അതോ ചെറിയ? ഒന്നുമില്ല, നമ്മൾ എല്ലാ ടിക്കറ്റ് എടുക്കാറുണ്ട്. ടിക്കറ്റ് ബമ്പർ മാത്രമല്ല, നമ്മൾ സാധാ ടിക്കറ്റ് നമ്മൾ എടുക്കാറുണ്ട്. ഇതിപ്പോൾ ഇത്തിരി വൈകി പോയെന്ന് തോന്നുന്നു. അന്ന് വൈകി പോയി. അതായത് സുഖമില്ലായിരുന്നു. അപ്പോൾ ട്രോളർ വേനയായിരുന്നു. ഞാൻ എഴുന്നേറ്റുണ്ടായില്ല. അപ്പോൾ എഴുന്നേറ്റത്. ഏതായാലും മൺസൂൺ ബമ്പറുകൾ അതിൻ്റെ അടുത്ത് പരീക്ഷിക്കാനായിട്ട് അവസാനമായിട്ട് ആൾക്കാർ എത്തുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ച്, ഒരു 12-13 ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ബാക്കിയെല്ലാം തന്നെ വിറ്റഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഏതായാലും
നല്ല വിൽപ്പന ഈ മഴയിലും എല്ലാം തന്നെ അവർക്ക് ലഭിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇനി ഓണം ബമ്പറിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. പൊതുവിൽ ഈ ഒരു കാലം എന്ന് പറയുന്നത് ഭാഗ്യാന്വേഷികളുടെ ഒരു സുവർണ്ണകാലം എന്നെല്ലാം പറയുന്നതാണ്. ഓണം സീസണിലേക്കെല്ലാം പോകുന്നത് 30 കോടിയായി അത് ഉയർത്തിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ മൺസൂൺ ബമ്പറും ഇതുപോലെ വലിയ തുക ഉപഭോക്താക്കൾക്കായി കാത്തിരിക്കുന്നതാണ്. ഇത് എഴുതിക്കുന്നതുപോലെ 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനമായിട്ട് പറയുകയും ചെയ്യുന്നത്. അതിൽ രണ്ടാം സമ്മാനവും വലിയ തുകകളിലേക്കെല്ലാം തന്നെ വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭാഗ്യവാന്മാർക്ക് ഭാഗ്യവതികൾക്കെല്ലാം തന്നെ ഈ ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് മൺസൂൺ ബമ്പർ അതെല്ലാം തന്നെ വലിയ അനുഗ്രഹമായിട്ട് മാറുകയെല്ലാം തന്നെ നമ്മൾ കാണുകയും ചെയ്യാറുണ്ട്. ഏതായാലും അതിൻ്റെ നറുക്കെടുപ്പിൻ്റെ ഒരു പ്രോസസ്സിലേക്കെല്ലാം പോകുമ്പോൾ ഇപ്പോൾ വിൽപ്പന എല്ലാം തന്നെ തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രൊസീഡിങ്സ് അനുസരിച്ചുകൊണ്ട് വിൽപ്പന നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മൾ എറണാകുളത്ത് ഇവിടെ കലൂരുള്ള ഈ ജംഗ്ഷനിലാണ് ഉള്ളത്. സാധാരണഗതിയിൽ ഈ അവസാനവട്ടത്തിലേക്കെല്ലാം തന്നെ വരുമ്പോൾ വലിയ തിരക്കും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നത്. ഏതായാലും ബമ്പർ ഓണം ബമ്പർ മുന്നോടിയായുള്ള മൺസൂൺ ബമ്പർ എങ്ങനെയായിരുന്നു കച്ചവടമൊക്കെ? എങ്ങനെയാണ്? എല്ലാ ബമ്പർ ഇത്തവണ തീർന്നു. എല്ലാ ലോട്ടറി കടയിലും ബമ്പർ ഇത്തവണ തകർത്തിയായത് ചിലവായിരുന്നു. ഈ ബമ്പറാണ് മൺസൂൺ ബമ്പറാണ് ഇത്തവണയാണ് 8 അടിച്ചേക്കണത്. 8 ആദ്യമായിട്ടാണ് ഒന്നാം 5, 7, 6, 8, 9, 6 MC 5, 7, 6, 8, 9, 6 മൺസൂൺ ബമ്പർ നറുക്കെടുപ്പ് നടക്കുകയാണ്. നമുക്ക് അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇതേ നമ്പറിലെ മറ്റു 4 പരമ്പരകൾക്കും സമാശ്വാസ സമ്മാനമായി 1 ലക്ഷം രൂപ വീതം ലഭിക്കും. ആകെ 4 ലക്ഷം രൂപയാണ് സമാശ്വാസ സമ്മാന തുക. അടുത്തതായി മൺസൂൺ ബമ്പർ ഭാഗ്യക്കുറിയുടെ 2ാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. 10 ലക്ഷം രൂപ വീതം 5 പരമ്പരകൾക്കാണ് നൽകുന്നത്. ആകെ 50 ലക്ഷം രൂപയാണ് 2ാം സമ്മാന തുക. MA പരമ്പര നറുക്കെടുക്കുവാനായി ശ്രീമതി ഷെർലി എസിനോട് അഭ്യർത്ഥിക്കുന്നു. നറുക്കെടുത്ത നമ്പർ അച്ചടിച്ചിട്ടില്ല. ഈ നമ്പറിനായുള്ള നറുക്കെടുപ്പ് മൺസൂൺ ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം നേടിയിരിക്കുന്ന നമ്പർ MC 5768996. 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. നമ്പർ ഒന്നും കൂടി പറയാം, MC 5768996. മൺസൂർ ബമ്പർ ഭാഗ്യശാലിയുടെ നമ്പർ ഇതാ എത്തിയിരിക്കുകയാണ്. ഒന്നാം സമ്മാനം 10 കോടി രൂപ അടിച്ചിരിക്കുന്ന നമ്പർ MC 5768996. ഇനി ആരാണ് ആ ഭാഗ്യശാലി അല്ലെങ്കിൽ ഭാഗ്യവാൻ? എവിടെയാണ് ആ ലോട്ടറി സ്വന്തമാക്കിയിരിക്കുന്ന ഭാഗ്യവാൻ എവിടെയാണെന്ന് മാത്രം നമുക്ക് കണ്ടെത്തിയാൽ മതിയാകും. 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. MC 5768996 എന്ന നമ്പറിനാണ് മൺസൂർ ബമ്പർ ഭാഗ്യശാലിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഒന്നാം സമ്മാനം 10 കോടി രൂപ അടിച്ചിരിക്കുന്ന നമ്പർ MC 5768996. MC 351820. 10 ലക്ഷം രൂപയുടെ 2ാം സമ്മാനത്തിനുള്ള നറുക്കെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വസ്ത്രമർത്തുവാനായി ശ്രീമതി സിജി ജോഷിയോട് അഭ്യർത്ഥിക്കുന്നു. ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം, MC 5768996. MD സീരീസിന് അർഹമായ നമ്പർ 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. 2ാം സമ്മാനം ബാക്കിയുള്ള നറുക്കെടുപ്പുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 10 കോടി രൂപ അടിച്ചിരിക്കുന്ന മൺസൂൺ ബമ്പർ ഭാഗ്യശാലിയുടെ നമ്പർ ഇപ്പോൾ വന്നിരിക്കുകയാണ്. MC 5768996. അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായരോട് അഭ്യർത്ഥിക്കുന്നു. ME സീരീസിന് അർഹമായ നമ്പർ ME 685578. ME 685578.
രണ്ടാം സമ്മാനം 10 ലക്ഷം രൂപ വീതം ഓരോ പരമ്പരയ്ക്കും നമ്പറുകൾ വന്നിരിക്കുകയാണ്. ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് അത് വ്യക്തികളെയൊക്കെ നമുക്ക് വരും നിമിഷങ്ങളിൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ ഈ നമ്പറുകൾ പറയാം. MA 530-984 10 ലക്ഷം രൂപ വീതമുള്ള ഓരോ പരമ്പരയുമാണ്. MP 884378, MC 351820, MD 557299, ME 685578. ഇങ്ങനെയാണ് രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. 10 ലക്ഷം രൂപ വീതമാണ് രണ്ടാം സമ്മാനം. ഒന്നാം സമ്മാനം 10 കോടിയാണ്. ഒന്നാം സമ്മാനത്തിന് അർഹനായ ടിക്കറ്റ് നമ്പർ MC 5768996. MB സീരീസിന് അർഹമായ നമ്പർ MB 725332, MB 725332. അടുത്തതായി MC സീരീസ് നറുക്കെടുക്കുന്നു. ബസർ അമർത്തുവാനായി ശ്രീമതി ഉഷാകുമാരി എസിനോട് അഭ്യർത്ഥിക്കുന്നു. MC സീരീസിന് അർഹമായ നമ്പർ MC 504425, MC 5044. എന്നാലും മൺസൂൺ ബമ്പർ ലോട്ടറി ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്ന നമ്പർ MC 5768996. എന്തായാലും ഈ ഭാഗ്യവാനോ ഭാഗ്യവതിയോ എവിടെയാണ് കാത്തിരിക്കുന്നത്, അതിന്റെ വിശദാംശങ്ങളൊക്കെ ഉടനെ തന്നെ നമുക്ക് ലഭ്യമാകും. ഗോർഗി ഭവനിലാണ് ഇപ്പോൾ മൺസൂൺ ബമ്പറിന്റെ നറുക്കെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക്